ഈ എപ്പിസോഡിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനായി അവരോട് സാമ്യമില്ലാത്ത വ്യക്തിഗത AI ജനറേറ്റഡ് ചിത്രങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീ ആനന്ദബോസ് എന്തുകൊണ്ട് ബംഗാൾ ഗവർണർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു? ബംഗാളിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കപ്പെടുമോ? ഞാൻ കൽക്കട്ടയിൽ ഉണ്ട് എന്നറിയുമ്പോൾ കേരളത്തിൽ നിന്നും പലരും ചോദിക്കുന്നത് ഇത്തരം ചോദ്യങ്ങളാണ്. ഇലക്ട്രൽ മാൻഡേറ്റ് ഇല്ലാത്ത ഗവർണർക്ക് ഒരു തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ എനിക്കറിയില്ല. ഇവിടെ പരാമർശിക്കുവാൻ ഉദ്ദേശിക്കുന്നത് കൽക്കട്ടയിൽ കേൾക്കാൻ കഴിഞ്ഞ ചില സംഭാഷണ ശകലങ്ങളെക്കുറിച്ചാണ്. ലക്ഷങ്ങൾ പാർക്കുന്ന കൽക്കട്ട നഗരത്തിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായം ഉയർത്തിക്കാട്ടി ഏതെങ്കിലും ഒക്കെ നിഗമനങ്ങളിൽ ചെന്ന് ചാടുന്നത് മൗഢ്യമാണെന്നറിയാം. എന്നിരുന്നാലും പരസ്പരം പരിചയമില്ലാത്തവർ ആകസ്മികമായി കണ്ടുമുട്ടുകയും ലാഭക്കണ്ണ് കൂടാതെ അഭിപ്രായങ്ങൾ പങ്കിടുകയും ചെയ്യുമ്പോൾ കൃത്രിമത്വം കുറയാൻ ഇടയുണ്ട് എന്ന് തോന്നുന്നു. പറയാൻ പോകുന്ന സംഭാഷണത്തിലേക്ക് അറിയാതെ ഞാൻ ചെന്നുപെട്ടത് കൽക്കട്ട നഗരത്തിലെ ബാലിഗഞ്ച് സർക്കുലർ റോഡിനടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലാണ്. എന്റെ ആതിഥേയൻ ചെറുപ്പക്കാരനായതുകൊണ്ടും എന്റെ സുഹൃത്തായതുകൊണ്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്റെ ശീലമായതുകൊണ്ടും വാടക എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞത് ആ കെട്ടിടത്തിൽ ഉടമസ്ഥർക്ക് മാത്രമേ താമസിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. എന്ന് വച്ചാൽ വാടകക്കാർക്ക് അവിടെ സ്ഥാനമില്ല. കൽക്കട്ടയിൽ ഇതൊരു ഒറ്റപ്പെട്ട പ്രവണതയാണോ അതോ വ്യാപകമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ മൂലധനമില്ലാത്തവർക്ക് ഇത്ര സ്വാഭാവികമായി റെസിഡൻഷ്യൽ സംഘടനകൾ ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു കൽക്കട്ടയിലായിരുന്നില്ല 1990കളിൽ ഞാൻ എത്തിയത്. 1992ൽ അവിചാരിതമായി വിവാഹം കഴിച്ചതുകൊണ്ട് ഒരു വീട് സ്വന്തമായി വാടകയ്ക്കെടുക്കുവാൻ കെൽപ്പില്ലാതിരുന്നതിനാൽ ഞാനും അലഹബാദ് സ്വദേശിയായ സഹപാഠിയും സഹോദരങ്ങളായി അഭിനയിച്ച് ഭാര്യമാരോടൊപ്പം ഒരു വീട് വാടകയ്ക്കെടുക്കുകയും വാടക പങ്കിടുകയും ചെയ്തിരുന്നു. രൂപത്തിലോ ഭാവത്തിലോ ഭാഷയിലോ ഒരു സാദൃശ്യവുമില്ലാത്ത ഞങ്ങൾ മുകളിൽ താമസിച്ചിരുന്ന ബംഗാളി വീട്ടുടമസ്ഥനെ പറ്റിച്ചതിനെ കുറിച്ച് പറഞ്ഞ് ആർത്ത് ചിരിക്കാറുണ്ടായിരുന്നു. ഒരു മാസം കഴിഞ്ഞ് വാടക കൊടുക്കാൻ ചെന്നപ്പോൾ വീട്ടുടമസ്ഥൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ സഹോദരങ്ങളല്ല എന്നെനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. പക്ഷേ എനിക്കത് പ്രശ്നമേ അല്ല. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തിരഞ്ഞെടുത്ത ഈ സ്ഥലം ബിജോയ്ഗറാണ്, കൽക്കട്ടയിലെ ഏറ്റവും പഴക്കമുള്ള അഭയാർത്ഥി കോളനി. വിഭജന സമയത്ത് ഇന്ത്യ ഇവിടെയുള്ളവരെ സ്വീകരിച്ചതും സഹായിച്ചതും ഇവിടെയുള്ളവർ എങ്ങനെ മറക്കും? എന്റെ എളിഭ്യത മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രപരമായ ഓർമ്മകൾക്ക് ഞാൻ നന്ദി പറഞ്ഞു. ഇന്ന് ബിജോയ്ഗർ കൽക്കട്ടയിലെ തിരക്കുള്ള ഒരു പാർപ്പിട മേഖലയാണ്. ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെയും ബംഗാളിലെ പഴയ കെട്ടിടങ്ങളെയും പരിഹസിക്കുന്ന പലരും മറക്കുന്നത് പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിയ ഇത്രയധികം പേരെ ഒന്നിലധികം തവണ ചേർത്ത് പിടിച്ച മറ്റൊരു പ്രദേശവുമില്ല എന്ന വസ്തുതയാണ്. കൈത്താങ്ങ് നൽകിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തീർച്ചയായും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒരുമിച്ച് ജീവിക്കുകയും പിന്നീട് വെട്ടിമുറിക്കപ്പെട്ടതുമായ ഒരു ജനത എല്ലാം നഷ്ടപ്പെട്ട് ഇന്ത്യയിൽ അഭയം തേടിയപ്പോൾ അവരെ ആട്ടിപ്പായിച്ചില്ല എന്നത് ഒരു വലിയ കാര്യമല്ലേ? നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണ് എന്ന് പറയാൻ കഴിയുന്നതാണോ അതോ ഓടി നടന്ന് ഭരണാധികാരികളെ കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിക്കുന്നതാണോ വിശ്വഗുരുവിന്റെ മുഖമുദ്ര? വിജയഗറിലെ വീട്ടുടമസ്ഥന്റെ വിശാല ഹൃദയം എന്നെ പഠിപ്പിച്ചത് ഇതാണ്. തൊഴിൽ തേടി നാടുവിടുന്ന നമ്മളെല്ലാവരും ഒരു തരത്തിൽ അഭയാർത്ഥികൾ തന്നെയല്ലേ? സെൽഫ് മെയ്ഡ് എന്നൊക്കെ വീമ്പിളക്കാൻ ചിലർ താല്പര്യം കാണിക്കാറുണ്ടെങ്കിലും തുടക്കത്തിൽ ആരുടെയെങ്കിലുമൊക്കെ കാരുണ്യം കിട്ടുന്നത് വലിയ ആശ്വാസം തന്നെയാണ്. 1992ൽ വീട് വാടകയ്ക്കില്ല, വേണമെങ്കിൽ ഒരു വീട് സ്വന്തമായി വാങ്ങിക്കൊള്ളൂ എന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? കുടുംബസ്വത്തില്ലാത്ത അല്ലെങ്കിൽ കുടുംബസ്വത്ത് കൈവശമില്ലാത്ത, കല്യാണച്ചന്തയിൽ നല്ല വില കിട്ടാത്ത എത്ര ചെറുപ്പക്കാർക്ക് അന്നൊരു വീട് വാങ്ങാൻ പറ്റുമായിരുന്നു? ഇന്ന് കാലം മാറി, ചിലർക്കെങ്കിലും. അത്തരം ഒരു ചെറുപ്പക്കാരനെ ഞാൻ നേരത്തെ പറഞ്ഞ ഉടമസ്ഥർക്ക് മാത്രമുള്ള കെട്ടിടത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം കണ്ടു. അതിഥികൾ എന്നതിലപ്പുറം ഞങ്ങൾ തമ്മിൽ സമാനതകൾ തീരെ കുറവായിരുന്നു. അദ്ദേഹത്തിന് 30 വയസ്സിലധികം തോന്നിക്കില്ല. കൽക്കട്ടയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്കൂളിൽ പഠിച്ചു. കണക്കിൽ മിടുമിടുക്കൻ, എഞ്ചിനീയറാണ്. ഉടനെ തന്നെ യൂറോപ്പിൽ ജോലി. യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ഇപ്പോൾ യൂറോപ്പിലെ ഒരു രാജ്യത്താണ് താമസം. അവിടെ സ്വന്തമായി ഫ്ലാറ്റ് വാങ്ങി. ഒരു മെഡിറ്ററേനിയൻ ദേശത്ത് മറ്റൊരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിവാഹിതൻ, കൽക്കട്ടയിൽ അവധിക്ക് വന്നതാണ്. അധികം സമാനതകളൊന്നുമില്ലെങ്കിലും ഭക്ഷണപ്രേമമാണ് ഞങ്ങളെ അടുപ്പിച്ചത്.
മുള്ളുള്ള മത്സ്യത്തിനാണോ മുള്ളില്ലാത്ത മത്സ്യത്തിനാണോ സ്വാദ് കൂടുതൽ എന്ന അന്താരാഷ്ട്ര പ്രശ്നം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മുള്ളന്മാരുടെ കൂട്ടത്തിൽ പെട്ടു. മുള്ളിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഈ ചെറുപ്രായത്തിൽ മിക്കവാറും ലോകം മുഴുവൻ കറങ്ങിയിട്ടും പല രാജ്യങ്ങളിൽ തങ്ങിയിട്ടും അനേകം സുഹൃത്തുക്കൾ ഉണ്ടായിട്ടും ഈ ചെറുപ്പക്കാരന്റെ മിക്കവാറും എല്ലാ വാചകങ്ങളിലും ബാബ കടന്നു വന്നു. ബാബ എന്നാൽ അച്ഛൻ. ബാബ അത് പറഞ്ഞു, ബാബ ഇത് പറഞ്ഞു, ബാബയ്ക്ക് ഈ വിമാന സർവീസാണ് ഇഷ്ടം, ശബ്ദമുഖരിതമായ സ്ഥലങ്ങളാണ് ബാബയ്ക്ക് താല്പര്യം. യുവാവ് ഇങ്ങനെ വാചാലനായപ്പോൾ എനിക്ക് മനസ്സിലായി ബാബയാണ് അദ്ദേഹത്തിന്റെ ഹീറോ. അച്ഛനും മകനും സുഹൃത്തുക്കളെ പോലെയാണ് അല്ലേ? ഞാൻ ചോദിച്ചു. ആയിരുന്നു, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. ഭൂതകാലം ഉപയോഗിച്ചുള്ള മറുപടി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ പത്രപ്രവർത്തകൻ അല്ലെങ്കിലും കുത്തിത്തിരിപ്പിനുള്ള അവസരം പാഴാക്കാൻ എന്റെ മനസ്സ് സമ്മതിച്ചതുമില്ല. പ്രേമമാണോ പ്രശ്നം? വീണ്ടു വിചാരമില്ലാതെ ഞാൻ ചോദിച്ചു. ഹേയ്, എന്തൊരു അമ്മാവൻ ചോദ്യം എന്ന് പറയാതെ പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ കൂട്ടിച്ചേർത്തു. ഞാൻ ആരെ തിരഞ്ഞെടുക്കുന്നുവോ ബാബ പൂർണ്ണ സമ്മതം നൽകും. പിന്നെന്താ പ്രശ്നം? ചുവപ്പ്, പച്ച, ഓറഞ്ച്. എനിക്ക് കാര്യം പിടികിട്ടി. ഇടതുപക്ഷം, തൃണമൂൽ, ബി.ജെ.പി. ചുവപ്പ്, പച്ച, ഓറഞ്ച്. പച്ച എന്നാൽ മുസ്ലിം പ്രീണനമാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അനുമാനിക്കും മുമ്പ് പറയട്ടെ, പച്ച നിറം കൊണ്ട് തൃണമൂൽ ചിഹ്നത്തിന്റെ ഭാഗമായ പുൽക്കൊടികളാണ് ചെറുപ്പക്കാരൻ ഉദ്ദേശിച്ചത്. പെൻഷൻ പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ചെറുപ്പക്കാരന്റെ പിതാവിന്റെ രാഷ്ട്രീയ പരിണാമമാണ് ഡാർവിന്റെ നൈപുണ്യത്തോടെ മകൻ വിവരിച്ചത്. പണ്ട് പിതാവ് ഇടതുപക്ഷ അനുഭാവിയായിരുന്നു, പിന്നീട് തൃണമൂലിനെ പിന്തുണച്ചു. ഇപ്പോൾ അദ്ദേഹം ബി.ജെ.പിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു. ചുവപ്പ്, പച്ച, പിന്നെ ഇപ്പോൾ ഓറഞ്ചിൽ. കേരളത്തിലും കുടുംബാംഗങ്ങൾ തമ്മിൽ രാഷ്ട്രീയ ഭിന്നാഭിപ്രായങ്ങൾ സാധാരണമാണ്. സോഷ്യൽ മീഡിയയിൽ കുടുംബ ഗ്രൂപ്പുകൾ വന്നതോടെ പലരും പൊട്ടിത്തെറിക്കാറുമുണ്ട്. കുടുംബകലഹങ്ങളും വിരളമല്ല. എന്നാൽ കേരളത്തിൽ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അതീവ ബഹുമാനത്തോടെ ഞാൻ കേട്ടിരുന്നു. കേരളത്തിലും ചിലപ്പോൾ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടാകാം. എനിക്കറിയില്ല എന്നതുകൊണ്ട് ഒരു കാര്യം സംഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞതിതാണ്. ഞാൻ നേരിട്ട് കണ്ട് പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള നെതർലൻഡ്സിന്റെ കാര്യമെടുക്കൂ. വലതുപക്ഷ ശക്തികൾ അവിടെ വളരുകയാണ്. എന്നാലും തുർക്കികളോട് ഡച്ചുകാർക്ക് ഇപ്പോഴും കടപ്പാടുണ്ട്. ചരിത്രത്തിലെ നിർണായക ഘട്ടങ്ങളിൽ 2 തവണയാണ് തുർക്കി ഡച്ചുകാരെ സഹായിച്ചത്. 17-ാം നൂറ്റാണ്ടിലേക്ക് കടന്ന 80 വർഷത്തെ യുദ്ധത്തിനിടെ 80 years വാർ ഓട്ടോമൻ സാമ്രാജ്യം ഹാസ്ബർഗ് സാമ്രാജ്യത്തിനെതിരെ ഡച്ച് കലാപത്തെ പിന്തുണച്ചു. പിന്നീട് 2-ാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ റോട്ടർഡാമിനെ ബോംബ് ചെയ്തപ്പോൾ തുർക്കിയിൽ നിന്നുള്ള ഗസ്റ്റാർ ബൈറ്റർ എന്ന ഗസ്റ്റ് വർക്കേഴ്സ് അഥവാ അതിഥി തൊഴിലാളികളാണ് നെതർലൻഡ്സിനെ പുനർനിർമ്മാണത്തിന് സഹായിച്ചത്. നെതർലൻഡ്സിൽ പലരും അതൊക്കെ ഇപ്പോഴും കൃതജ്ഞതയോടെ ഓർക്കുന്നു, ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു. എന്നാൽ കൽക്കട്ടയിൽ ബാബ, അതായത് ആ ചെറുപ്പക്കാരന്റെ അച്ഛൻ, ദിവസം മുഴുവനും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അബദ്ധങ്ങളുടെയും നുണപ്രചാരണങ്ങളുടെയും ലോകത്തിൽ അദ്ദേഹം അകപ്പെട്ടുപോയി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ അടുത്ത കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. ശാസ്ത്രത്തിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഒരു എഞ്ചിനീയറുടെ കൃത്യതയോടെ ചെറുപ്പക്കാരൻ യൂറോപ്പിൽ സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു സുഹൃത്തിനെ കാണുകയും ദീർഘനേരം പിതാവിന്റെ കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു. ഗവേഷകൻ ഉപദേശിച്ചത് ഇങ്ങനെയാണ്: എത്രയും പെട്ടെന്ന് ഓൾട്ടർനേറ്റീവ് അഥവാ ബദൽ വാർത്തകളും വിവരങ്ങളും നൽകുന്ന ചില പോർട്ടലുകൾ പിതാവിന് പരിചയപ്പെടുത്തി കൊടുക്കണം. മാറ്റം കാണാൻ മാസങ്ങൾ എടുക്കാം. ചെറുപ്പക്കാരൻ ഇപ്പോൾ അത്തരം ലിങ്കുകൾ പതിവായി പിതാവിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയമല്ല, എന്റെ കടപ്പാടാണ്, ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു. ചെറുപ്പക്കാരനോടുള്ള എന്റെ ബഹുമാനം അദ്ദേഹത്തിന്റെ ഓരോ വാക്കിനോടൊപ്പം വർദ്ധിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു മകനെ കിട്ടിയതിൽ താൻ എത്രമാത്രം ഭാഗ്യവാനാണെന്ന് ആ പിതാവ് തിരിച്ചറിയുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ചെറുപ്പക്കാരന്റെ വാക്കുകൾ പിന്നീട് ഓർത്തപ്പോൾ എന്തുകൊണ്ടോ യയാതിയുടെയും പുരുവിന്റെയും കഥ ഓർമ്മ വന്നു. പുരു തന്റെ യുവത്വം വൃദ്ധനായ പിതാവിന് നൽകിയെങ്കിൽ കൽക്കട്ടയിൽ ഞാൻ കണ്ട ചെറുപ്പക്കാരൻ ബാബയ്ക്ക് തന്റെ വിവേകമാണ് പങ്കിട്ടു നൽകാൻ ശ്രമിക്കുന്നത്. ഏതാണ് കൂടുതൽ ഉദാത്തമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഉടമസ്ഥർ മാത്രമുള്ള ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ നിന്നും അർദ്ധരാത്രി കഴിഞ്ഞ് പുറത്തിറങ്ങിയ എന്നെ നേരിട്ടത് ഉത്തരങ്ങളില്ലാത്ത ചില ചോദ്യങ്ങളായിരുന്നു.
എന്തായിരിക്കാം ആ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയം? എന്തായാലും മോശമാകാൻ വഴിയില്ല. പിതാവിനോടുള്ള കടപ്പാട് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? വളർത്തി വലുതാക്കിയതിന്റെ കടപ്പാട് മാത്രമാണോ അത്? അതോ തന്റെ ഏറ്റവും വലിയ ഹീറോ ആയ ബാബ സ്വയം ചെറുതാകുന്നത് സഹിക്കാൻ കഴിയാത്ത മകന്റെ വിലാപമോ? ജീവിത സായാഹ്നത്തിൽ മാനുഷിക മൂല്യങ്ങൾ മകനിൽ നിന്നും പഠിക്കേണ്ടി വരുന്ന, മാനുഷിക മൂല്യങ്ങളുടെ ലിങ്ക് മകനിൽ നിന്നും സ്വീകരിക്കേണ്ടി വരുന്ന പിതാവ് അനുഗ്രഹിക്കപ്പെട്ടവനോ അതോ മറിച്ചാണോ? ഉത്തരങ്ങളില്ല. ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നു. മൂല്യങ്ങളുടെ ലിങ്ക് നമ്മുടെ വിരൽത്തുമ്പുകളിലാണ്, തിരഞ്ഞെടുക്കപ്പെടാത്ത ഗവർണർമാരുടെ കൈകളിൽ അല്ല.